ചില ആൾക്കാർ ഇങ്ങനെയാണ്, ചെറുപ്പം തൊട്ടേ അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ തെളിയിച്ച് ഫൈനലി അവരുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാർ. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് വന്നിട്ടുള്ളത് ഒരു കഥാകൃത്താണ്, അതുപോലെ തന്നെ നിരവധി ഷോസിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നായക നടനായിട്ട് മലയാള സിനിമയിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ നല്ല നല്ല സിനിമകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ടർ കൂടിയാണ് ബിബിൻ ജോർജ്. ബിബിൻ, വെൽക്കം ടു സൺഡേ ഫണ്ടേ. നമസ്കാരം. അടിപൊളി, ഉഷാറാണ് കാര്യങ്ങൾ. രാഷ്ട്രപിതാവിന്റെ ജോലി എങ്ങനെ പോണു? നന്നായിട്ടാണ്. പിതാവിന് അത്ര ജോലിയില്ല, മാതാവിനാണ് കൂടുതൽ പണി. കാരണം പിതാവ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കാണലേ ഉള്ളൂ, പിതാവിന് വേറെ ജോലികളുണ്ട്. അതെ, ഇപ്പൊ 2 മാസം ഇല്ല, 26-ാം തീയതി. ആണോ? മെയിലല്ല, മെയില് കല്യാണം കഴിഞ്ഞ, മെയില് കല്യാണം കഴിഞ്ഞു. മെയ് 20 കല്യാണമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു 26 എന്ന് പറയുമ്പോ സുരേഷ് ഗോപി സാറിന്റെ ജന്മദിനത്തിന്റെ വാവ വന്നപ്പോ ഒരു വേറൊരു മൂഡായി ഉണ്ടാവുമല്ലോ. അതുണ്ട്. അത് എന്തൊക്കെയോ നമ്മൾ നേടിയ പോലത്തേക്ക് ഒരു ഫീല്. ഇതുവരെ നമ്മള് സിനിമയിലൊക്കെ നമുക്ക് ആഗ്രഹിച്ചാലൊക്കെ വരിക എന്നുള്ള വലിയ ഭാഗ്യം. അതല്ലാതെ ഒരു സന്തോഷമുണ്ട്, ഒരു കംപ്ലീറ്റ് ആയ പോലെ അല്ലേ? വിഷ്ണുവായിട്ടുള്ള കൂട്ടുകെട്ട് ചെറുപ്പം തൊട്ടുണ്ടോ? ഉണ്ട്, 6ാം ക്ലാസ് മുതലുണ്ട്. 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി സ്റ്റേജ് പങ്കിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മത്സരങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞാൻ വേറെ സ്കൂളിൽ നിന്നും അവൻ വേറെ സ്കൂളിൽ നിന്നും എപ്പോഴും മത്സരിക്കുമായിരുന്നു. ഞാൻ വിഷ്ണു മഹാരാജാസ് വരെ മത്സരിച്ചിട്ടുണ്ട്. അത് വലിയൊരു കഥയാണ്. എപ്പോഴും ഇവൻ എന്നെ പൊട്ടിക്കും. എല്ലായിടത്തും ഞാൻ സെക്കൻഡും അവൻ ഫസ്റ്റും ആയിരിക്കും. അപ്പൊ എൻ്റെ ഒരു ജീവിത ലക്ഷ്യം തന്നെ ഇവനെ പൊട്ടിക്കുക എന്നുള്ളതൊക്കെ ലാസ്റ്റ്. അപ്പൊ ഇങ്ങനെ വന്ന് മഹാരാജാസിൽ വന്ന് കൈ കിട്ടിയ ആളാ. അങ്ങനെ മഹാരാജാസിൽ ഫസ്റ്റ് ഇയർ വെച്ച് ഞാൻ പൊട്ടിച്ച് മുഹമ്മദ് ഗോറിയുടെ പോലെ ആയിരുന്നു. 9 തവണ തോറ്റിട്ട് ആഘോഷം കെട്ടിപ്പിടിച്ച് അവനാണ് എന്നെ ആദ്യം വന്ന് കെട്ടിപ്പിടിച്ചത്. എന്നിട്ട് നമ്മൾ തമ്മിൽ ഇനി മത്സരം വേണ്ടെന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ഒരു കളി. ശരിക്കും സംഭവിച്ച അങ്ങനെ തന്നെ കേട്ടാ. ഒറ്റ സിനിമാറ്റിക് ഇല്ല അതില്. വിഷ്ണു ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അവൻ വന്ന് നമ്മളിനി മത്സരമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞങ്ങള് ശത്രുക്കളായിരുന്നില്ല, ഒരു ശീതസമരം ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ, 2 ഫ്രണ്ട്സ് തമ്മിലുള്ള ഹെൽത്തി കോമ്പറ്റീഷൻ. നിങ്ങളുടെ ആ ഒരു തന്നെയാണ് തോന്നുന്നു പല സിനിമകളിലും എന്താ പറയാ, നല്ലൊരു കൂട്ടായ്മയുടെ ഒരു റിസൾട്ട് കാണുന്നത് കാരണം അത് തന്നെയായിരിക്കും. ബിബിൻ ചെയ്യുന്നത് വിമർശിക്കാനും വിഷ്ണു ചെയ്യുന്നത് വിമർശിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുള്ളത് കൊണ്ടല്ലേ. അതില് നിങ്ങൾ 2 പേരും കൂടാതെ വേറെ പുറത്തുനിന്ന് ഒരാള് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആരാ? നിങ്ങളുടെ ഒരു അപ്ബ്രിങ്ങിങ്ങിന് അല്ല, പൊതുവെ ജനറലി ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ എം പ്രേമത കണ്ടോ നിങ്ങള്? കണ്ടു. അതില് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ദുൽഖറിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങളെക്കാലൊക്കെ കൂടുതൽ വേദനിക്കുന്നതും വിഷമിക്കുന്നതൊക്കെ നമ്മുടെ മാതാപിതാക്കളാണ്. അപ്പോൾ കാരണം അവരാണ് നമ്മളെ ജീവിതാവസാനം മുഴുവൻ കാണേണ്ടവർ. ഞങ്ങളിതിൽ സഫർ ചെയ്തൊക്കെ പോകും. അപ്പം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതായത് ഞാനെന്ന് പറയുന്ന ഒരാൾ, ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരാൾ വെറുതെ ഉണ്ടായിട്ട് വന്ന ഒരാളല്ല. അത് എൻ്റെ അപ്പനും അമ്മയും തന്ന പ്രോത്സാഹനമാണ്. എന്നെ വേണമെങ്കിൽ അപ്പച്ചി എനിക്ക് അവിടെ പോകണമെന്ന് പറയുമ്പോൾ അപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. വേണ്ട, നിനക്ക് വയ്യാത്തല്ലേ, നീ ഇവിടെ ഇരുന്നോ, നിനക്ക് കാലുവേനിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ, നീ പോടാന്ന് പറഞ്ഞു. അവിടെ നാട്ടിൽ ഫുട്ബോൾ കളിക്കാത്ത ഇരിക്കാൻ ആദ്യമായിട്ട് ഫുട്ബോൾ മേടിച്ചു തന്നപ്പം ഞാൻ കളിക്കൂല, ഞാൻ ഗോളിയെ നിൽക്കലുള്ളത്. എന്നിട്ട് എനിക്ക് ഫുട്ബോൾ ആദ്യമായിട്ട് പിള്ളേരുടെ ഇടയിൽ വാങ്ങി തന്നു. അപ്പം അങ്ങനത്തെ ഒരു അച്ഛനമ്മയോ ആണ് എൻ്റെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടത്. പിന്നെ സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാർ. അന്ന് കലാഭവനിൽ പോയ കാര്യം പറഞ്ഞില്ലേ, കലാഭവനിൽ പോയപ്പോൾ അന്നുണ്ടായിരുന്ന അപ്പോൾ സ്കിറ്റ് കളിക്കാനൊക്കെ എന്നെ ഇങ്ങനെ ചെറിയ മാറ്റിയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരിലേക്കും ഇങ്ങനെ അയാളെ ഇങ്ങനെ ചെയ്യുമെന്ന് പേടിച്ചിട്ട്. അപ്പം അന്ന് അഴകൻ, മാഹിൻ, ഷിജൻ, രവി എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരുണ്ട്. അവർ അപ്പോൾ ഒരു സ്കിറ്റ് പഠിപ്പിക്കും. ഇത് എല്ലാവരും കൂടി ഗ്രൂപ്പായി കളിക്കും. കലാഭവൻ മധു എന്ന് പറഞ്ഞിട്ട് സാറുണ്ട്, കലാഭവൻ മധു സാറ്, പുള്ളിയെ പഠിപ്പിച്ചിട്ടുണ്ടിരുന്ന ശേഷം. അപ്പോൾ പലപ്പോഴും എനിക്ക് ഈ ഗ്രൂപ്പിൽ പെടാനുള്ള സാധ്യത ഇല്ല. അപ്പം ഞാനതിങ്ങനെ മാറിയിരിക്കുമ്പോൾ ഇവൻ ഈ അഴകൻ എന്നോട് പറഞ്ഞ് നീ തിരിച്ചു വരുന്നോളെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ വിളിക്കണത്. അപ്പോൾ ആ കൂട്ടുകാർ തന്നെയാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വരെ, അതായത് സൺഡേ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ കൂട്ടുകാരും തമ്മിൽ എപ്പോഴും കാണും. സൺഡേ ബ്രോസ് എന്ന് വിളിക്കണ ആ സെൽഫി ഇടും ഞങ്ങൾ സൺഡേ ബ്രോസിന്റെ. അപ്പൊ ആ കൂട്ടുകാരെ തന്നെയാണ് അന്നും ഇന്നും ഉള്ളത്. എനിക്ക് സിനിമയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ഒരു 1-2 പേര് ഞാൻ എപ്പോഴും പറയും. ഇന്ന് എന്നോട് ഞാൻ മറ്റേ അജയ് വാസുദേവ് പടം
അഭിനയിക്കുന്നുണ്ട്, ഷൈലോക്ക് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ. അപ്പൊ അതിന്റെ പൂജക്ക് പോയപ്പോ എന്നോട് അവിടെ ഫ്രണ്ടിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവന്മാരുണ്ടായി കൂടെ, ഞാൻ ഇവന്മാരുടെ കൂടെ തന്നെ പുറകിലിരുന്നു. അപ്പൊ എന്നോട് ചെന്ന മുമ്പിലോ ഞാൻ പറഞ്ഞു, അതേ ഇവിടെ നിന്ന് എന്നാലും പിടിച്ചു മാറ്റൂല്ലോ, നമുക്കറിയാലോ സിനിമയല്ലേ. ഇതാകുമ്പോൾ കൂട്ടുകാരുണ്ട്, അവന്മാരുടെ കൂടെ ഞാൻ കംഫോർട്ടാണ്, ഹാപ്പിയാണ്. അതേപോലെ തന്നെ അവന്മാര് ആ അതേ കൂട്ടുകാരുടെ തന്നെ വളർന്നിട്ട് ഇപ്പൊ ഒരു 10-23 പേരുള്ള ഒരു ഗ്രൂപ്പായി ഞങ്ങള്. മനസ്സെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പായി. ആ ഗ്രൂപ്പുള്ള കൂട്ടുകാർ, അവർക്കാണ് ഞങ്ങൾ എല്ലാ സ്ക്രിപ്റ്റും വായിച്ചു കേൾപ്പിക്കുക. അവരാണ് എല്ലാ കറക്ഷനും പറയുക. അതില് സാധാരണക്കാരനായ ആളുകളേ ഉള്ളൂ, ഓട്ടോക്കാരനുണ്ട്, മറ്റേ. അപ്പൊ അവന്മാരുടെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ചിരിക്കുന്നതൊക്കെ ആ ഗ്രൂപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് ജീവിതത്തിൽ നിന്ന് കുറെ അനുഭവങ്ങൾ സിനിമയിലേക്കും പകർത്താൻ പറ്റിയിട്ടുണ്ടാവില്ലേ? എന്തോരം ഈ അമരഗ്രന്ഥോണിയില് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ വന്നൊരു ബില്ല് അടച്ചിട്ട് വരുമല്ലേ, അത് ശരിക്കും നടന്നേക്കണതാ. എന്റെ അച്ഛൻ ഹോസ്പിറ്റലായി കിടന്നപ്പോ വിഷ്ണു ഇതിനും കൂടി വന്ന് ബില്ല് അടച്ചിട്ട് പറഞ്ഞു, ബിബിയുടെ പൈസയായി 3800 രൂപയെന്ന് പറഞ്ഞാൽ ഞാൻ കയറ്റി വെക്കല, നീ കറക്റ്റ് കാര്യം പറഞ്ഞു. അതൊക്കെ എടുത്ത് ഞങ്ങള് ഇറക്കും. എപ്പോഴും സിനിമയില് ഒരു പക്ഷേ അത് ക്രിയേറ്റിംഗ് കൂടി ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ജീവിതത്തിലുണ്ടാവണ തമാശയൊക്കെ നമുക്ക് സിനിമയിൽ ഇതുവരെ നമുക്ക് കാണിക്കാൻ പറ്റാറില്ല. അത്രയും തമാശകളാണ്.